ഓരോ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴോ ഓരോ ഓഫ്ലൈൻ ക്ലാസ് കഴിയുമ്പോഴോ സാർ ഇന്നത്തെ ക്ലാസ് കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, എല്ലാം മനസ്സിലായി എന്നൊക്കെ വിളിച്ചു പറയുന്ന കുറച്ച് ചുരുക്കം ചില സ്റ്റുഡൻസ് എൻ്റെ പേഴ്സണൽ ബൗണ്ടറിയിലുണ്ട് കേട്ടോ. വെൽവിഷേഴ്സ് എന്നൊക്കെ വേണം നമ്മളെ വിളിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകളും എല്ലാ ശരികളും പറഞ്ഞു തന്ന് നമ്മുടെ ടീച്ചിങ്ങിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ് അവർ. അതിലൊരാളെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മെയ് 3 നീറ്റ് 2026 കഴിഞ്ഞ് അതിലൊരാൾ എന്നെ വിളിച്ച കുട്ടീൻ്റെ പേരൊക്കെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ. ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നീറ്റ് കഴിഞ്ഞു സാർ, 1 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചു സാർ, എനിക്ക് 663 മാർക്കുണ്ട് സാറേ, ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂട്ടി നോക്കിയത് ഒരു സ്ഥാപനത്തിലെ കീ കിട്ടി 663 മാർക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ആ കുട്ടി ഭയങ്കര സ്ട്രഗിൾ അനുഭവിക്കുന്ന, ആ കുട്ടിക്ക് അനിയനുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ മരിച്ചു പോയതാ ചെറുപ്പത്തിൽ തന്നെ. അപ്പം അങ്ങനെ ഒരു ലൈഫ് കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, സാർ +1 +2 മുതലേ ഞാൻ പഠിപ്പിച്ചതാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയുന്നതാണ്, ഞാൻ അതിനെ നീറ്റിലേക്ക് എങ്ങനെങ്കിലും മോട്ടിവേറ്റൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ഭയങ്കര വലിയ കാര്യമുള്ളൊരു സ്റ്റുഡൻ്റാണ്. 663 മാർക്കുണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചു, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വെച്ചത് കേട്ടോ. നീറ്റ് 26 മെയ് 3 കഴിഞ്ഞു. ആ കുട്ടി അതിന് ശേഷം മാർക്ക് പറഞ്ഞ ശേഷം എന്നെ പിന്നെ വിളിക്കുന്നത്, മെയ് 3 ശേഷം പിന്നെ വിളിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ്. ഇന്നലെ വൈകുന്നേരം ആ കുട്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാ, സാറേ റീനീറ്റ് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ സാർ, ഇത് എന്താണിത്, സത്യമാണോ സാറേ എന്ന് എന്നോട് ആദ്യമാണ് ചോദിച്ച ചോദ്യം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാർ അതൊക്കെ സത്യമാണോ, ടെൻഷൻ അടിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ പറ്റുമോളെ, എങ്ങനെ എന്താ ഇങ്ങനൊരു ചോർച്ച വന്നു. അപ്പം അതിനെ ഈ നീറ്റ് പേപ്പർ ലീക്കായ കാര്യങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പറയുമ്പോഴത് അറിയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ, മെയ് 3 എക്സാം കഴിഞ്ഞ് വന്നു. മെയ് 8 ആ കുട്ടീൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് ആ കുട്ടീൻ്റെ അച്ഛൻ അഡ്മിറ്റായി, ഹോസ്പിറ്റൽ അഡ്മിറ്റായി. സംസാരശേഷിയിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു, ഒരു ഭാഗം ഇടത് സൈഡ് ഫുള്ളായിട്ടൊരു തളർച്ച അനുഭവപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ആ കുട്ടിയും കുട്ടി അതിൻ്റെ തിരക്കിലാണ്, ആ കുട്ടീൻ്റെ അനിയനുമൊക്കെ അതിൻ്റെ തിരക്കിലായിരുന്നു ഇത്രയും ദിവസം ഒരാഴ്ച കഴിഞ്ഞു, അതിൻ്റെ തിരക്കില്ല. ഞാൻ അപ്പോഴാണ് അറിയുന്നത്, അയ്യോ എന്ത് പറ്റി, അച്ഛൻ എങ്ങനെ ഉണ്ട്, കാര്യമൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം ആ കുട്ടിക്ക് അറിയേണ്ട എന്നോട് ചോദിച്ച ചോദ്യം, സാറേ ഞാൻ ഇത്രയും ദിവസം തിരക്കിലാണ്, എൻ്റെ ഹോസ്പിറ്റലിലാണ്, പൈസേൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ അച്ഛൻ്റെ കാര്യത്തിന്, അച്ഛൻ ഓട്ടോ ഓടിച്ചാണ് സാറേ എന്നെ നീറ്റിന് വിട്ടത്, 1 കൊല്ലം ഹോസ്റ്റൽ ഫീ ഒക്കെ കൊടുത്തത് ആ ഓട്ടോ ഓടിച്ചാൽ സാറേ, ആ അച്ഛനിപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നു സാറേ, എനിക്ക് വേറെ ഈ ലീക്കായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഞാൻ എൻ്റെ നെട്ടോട്ടത്തിലാണ് ഞാനും എൻ്റെ അനിയനും. സാർ എന്താ സാറേ ഞാൻ ചെയ്യുക, എന്നോട് ചോദിച്ച ചോദ്യതാ, എന്താ സാറേ ഞാൻ ചെയ്യാം. എനിക്കപ്പോൾ ഒന്നും പറയാൻ കിട്ടിയില്ല. ഞാൻ എന്താ പറയണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. നീറ്റ് മെയ് 3 കഴിഞ്ഞ് വന്ന് അത്രയും കഷ്ടപ്പെട്ട് 2026 നീറ്റിന് 663 മാർക്ക് സേഫ് സ്കോറാണ്. ഞാൻ മെയ് 3 വിളിച്ചപ്പോഴേ കുട്ടിയോട് പറഞ്ഞു, മോളെ കിട്ടും, പേടിക്കണ്ടാടാ, നീ എടുത്ത എഫേർട്ട് നിനക്ക് കിട്ടും, ഉറപ്പാന്ന് പറഞ്ഞു. എന്നാൽ മെയ് 8 ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇന്നലെ എന്നെ വിളിക്കുമ്പം അത് പറയാം, സാറേ ഇങ്ങനെ അച്ഛനെ സംഭവിച്ചു, ഞാൻ അതിൻ്റെ ഇപ്പം തിരക്കില്ല സാറേ, എനിക്ക് പഠിക്കാനൊന്നും ഇനി റീനീറ്റിന് പറ്റുമെന്ന് തോന്നുന്നില്ല സാർ, എന്നെ ഇത്രയും കൊല്ലം റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ നിന്നത് എൻ്റെ അച്ഛനാണ്, ഓരോ കോൾ ചെയ്യുമ്പോഴും എന്നെ കോൺഫിഡൻസ് തന്നെ എൻ്റെ അച്ഛനാണ് സാറേ, ഈ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സാറേ റീനീറ്റിന് വേണ്ടി പഠിക്കുക, ഞാൻ എന്ത് ചെയ്യണം സാറേ എന്നോട് ചോദിച്ചു. എനിക്ക് യാതൊരു മറുപടിയില്ല. ഞാൻ ആ കുട്ടി വിളിച്ചിട്ട് എല്ലാം എന്ന് പറഞ്ഞ് കേട്ടിരിക്കല്ലാതെ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റിയില്ല മക്കളെ. നീറ്റിന് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു സേഫ് സ്കോറുമുണ്ട്. ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഇങ്ങനൊരു സങ്കടം ഉണ്ട് എനിക്ക്, ഞാൻ ഈ അച്ഛൻ്റെ അവസ്ഥയിലേക്ക് സങ്കടമുണ്ടെങ്കിലും എനിക്ക് ആകെ സന്തോഷമെന്ന് പറഞ്ഞാൽ നീറ്റ് 2026 എനിക്ക് 663 മാർക്ക് ഉണ്ടല്ലോ, MBBS കിട്ടാൻ മാത്രമുള്ള മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്വപ്നം നിറവേറിയല്ലോ, അതാണ് ആ കുട്ടീൻ്റെ ആകെ സന്തോഷം എന്ന് പറഞ്ഞാൽ. ഹോസ്പിറ്റലിലെ തിരക്കിനിടയിൽ പോയപ്പോഴും ആ കുട്ടി ആശ്വസിച്ചത് ഈ നീറ്റ് 2026 സ്കോർ ആലോചിച്ചിട്ടാ. അപ്പോൾ പറയാം, ആ കുട്ടിയോട് ചോദിച്ചാൽ, സാർ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് പഠിക്കാൻ സമയമില്ല, എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല സാറേ, ഞാൻ ഇതിൻ്റെ ഓട്ടത്തിലാണ്, റീനീറ്റിന് എത്രമാത്രം പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല സാർ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു സാർ, 663 മാർക്ക് വാങ്ങിച്ചു സാർ, റീനീറ്റ് വരുന്നു, ഇപ്പം 2 ആഴ്ച കഴിഞ്ഞാൽ റീനീറ്റ് വരും സാർ, അതിനെനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്. ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമാ.
ഞാൻ എന്താ കുട്ടിക്ക് കൊടുക്കേണ്ട മറുപടി? മോളെ, അച്ഛനെ ചികിത്സ ഒരു വഴിക്കൂടെ നടന്നോട്ടെ, മോളെന്തായാലും നീറ്റിന് വേണ്ടി പഠിച്ചോ എന്നാണോ ഞാൻ പറയേണ്ടത്? മോളെ, നീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നീ ഒഴിവാക്കിയോളൂ, അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടറാകാൻ, ആ നീറ്റ് എന്ന് പറഞ്ഞ സ്വപ്നം നീ എന്തായാലും അവസാനിപ്പിക്ക്, നീ അവിടെ വെച്ചേക്ക്, നീ അച്ഛനെ നോക്ക് എന്നാണോ ഞാൻ പറയേണ്ടത്? അതോ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയണം? അച്ഛൻ്റെ ചികിത്സ അങ്ങനെ നടക്കട്ടെ, സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കും മക്കളെ. നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് സമയം കിട്ടുമ്പോൾ പഠിച്ചാൽ കിട്ടുന്നതാണോ മക്കളെ നീറ്റ് എന്ന് പറഞ്ഞ എക്സാം? ഞാൻ ആ കുട്ടീൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്കൊന്നും നീറ്റിൽ മാർക്ക് കുറഞ്ഞ്, നീറ്റ് എഴുതിയിട്ട് മെയ് 3 വന്ന് നീറ്റ് എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞ പലരും ഇപ്പം ആഘോഷിക്കുന്നുണ്ടായിരിക്കും, സന്തോഷിക്കുന്നുണ്ടായിരിക്കും. സാർ, ഞങ്ങൾക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു ചാൻസ് ആണല്ലോ, ഓക്കെ, അത് ചാൻസ് ആണ്. ബട്ട് നീറ്റ് 2026 നടന്ന മെയ് 3 നടന്ന നീറ്റ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് നീറ്റ് എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടും അതിനിടയിൽ ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് മക്കളുണ്ട് മക്കളെ. എനിക്ക് അവരെക്കുറിച്ചാണ് പറയാനുള്ളത്, അവരെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കുട്ടിയോട് ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കുക? NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, പല വാക്കുകൾ എനിക്ക് ഉപയോഗിക്കണം തോന്നുന്നുണ്ട്, ഞാൻ പറയുന്നില്ല മക്കളെ. നാഷണൽ തകരാർ ഏജൻസി, നാഷണൽ ട്രോമ ഏജൻസി, നാഷണൽ തട്ടിപ്പ് ഏജൻസി, ഇവരെന്ത് ചെയ്തു കൂട്ടി? 22 ലക്ഷം പേര് ഓഫ്ലൈനായിട്ട് എഴുതുന്ന എക്സാമിന് യാതൊരു തരത്തിലുമുള്ള സേഫ്റ്റിയും നോക്കാതെ ചുമ്മാ ടെലഗ്രാമിലൂടെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് നീറ്റ് പേപ്പർ ചോർന്നു പോവുക. ഇതെന്താ? അടിവസ്ത്രം പോലും ചെക്ക് ചെയ്യുന്ന, NTA നീറ്റ് നടത്തുമ്പോൾ അടിവസ്ത്രം പോലും ചെക്ക് ചെയ്യുന്ന ഈ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ, ടെലഗ്രാമിലൂടെയൊക്കെ NTA നീറ്റിൻ്റെ പേപ്പർ ചോരുന്നത് അവർക്ക് തടയാൻ പറ്റുന്നില്ല. എന്നിട്ട് കുറ്റവാളികളും ബലിയാടാകുന്നതുമൊക്കെ മക്കളാണ്. നീറ്റ് എഴുതാൻ പോകുന്ന 22-23 ലക്ഷം മക്കളാണ് അതിന് ബലിയാടാകുന്നത്. വേറെ ചിലർ ഇപ്പോൾ ബുക്ക് തുറന്ന് വെച്ച് പഠിക്കുകയായിരിക്കും. മക്കളെ, ആ കുട്ടീൻ്റെ അവസ്ഥ ഞാനിപ്പോഴും ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ 2 വട്ടം റെക്കോർഡ് ചെയ്ത്, ആദ്യം ഒരു വട്ടം റെക്കോർഡ് ചെയ്തപ്പോൾ എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ, രണ്ടാമത്തെ വട്ടം ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് അത്ര വിഷം വരുന്നില്ല. കാരണം ആദ്യത്തെ വട്ടം റെക്കോർഡ് ചെയ്തപ്പോഴേ എൻ്റെ ഉള്ളിൽ ആ സങ്കടം വന്നതാ. ഞാൻ ആ കുട്ടിയോട് എന്താ പറയേണ്ടത്? NTA കാണിച്ച തെറ്റിന് വീണ്ടും കുട്ടികൾ പഠിക്കാൻ പോവുക. ആ കുട്ടികൾ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ഇതേപോലെ സാഹചര്യത്തിൽ കടന്നു പോവുക. ചിലപ്പോൾ പൈസ ഇല്ലാത്തവർ കാണും, പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും, 2 ആഴ്ച ആയല്ലോ, ഒരു 10 ദിവസമായി മറന്നു പോയിട്ടുണ്ടാകും. എന്താ ചെയ്യുക? NTA കാണിച്ച തെറ്റിന് വീണ്ടും കുട്ടികൾ ബലിയാടാകുന്നു. ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ഒറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. വാട്ട് ഇഫ് റീനീറ്റ് ഓൾസോ ലീക്ക്? റീനീറ്റ് പേപ്പറും റീനീറ്റ് നടത്തുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേപോലെ ലീക്കായിരുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, തെളിയിക്കപ്പെട്ടാൽ, നിങ്ങൾ വീണ്ടും ഒരു നീറ്റ് നടത്തുമോ? 3ാമതൊരു നീറ്റ്, വീണ്ടും 4ാമത്, 5ാമത്? വൃത്തിക്ക് സുരക്ഷിതത്വത്തോടെ എക്സാം നടത്താത്ത കാരണം ബലിയാടാകുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്ന് NTA ഓർക്കുക. ഇതേപോലെ ഒരുപാട് മക്കളുണ്ട്. ആദ്യം സേഫ് സ്കോർ എത്തി, ചില സാഹചര്യങ്ങൾ കൊണ്ട് റീനീറ്റിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട് മക്കളെ. ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇത് നിങ്ങളോടുള്ള നിങ്ങൾ അറിയുന്നതിലുപരി എൻ്റെ ആവശ്യം എന്താണെന്നറിയാമോ? ബലിയാടാകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് മുതിർന്ന ആൾക്കാർ, ഇതിൻ്റെ മേധാവികൾ ഇത് അറിയുകയും എന്തെങ്കിലും നടപടികളും എടുക്കുമെന്ന പ്രതീക്ഷയോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല മക്കളെ. പക്ഷേ ആ കുട്ടി അനുഭവിക്കുന്ന ആ സാഹചര്യത്തെ എനിക്കിപ്പോൾ പറയണമെന്നുണ്ട്. കുട്ടി പറഞ്ഞ് അവസാനിപ്പിച്ച വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. സാറേ, നീറ്റ് ഇനിയും വരും സാർ, പക്ഷെ എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് എനിക്കിപ്പം വലുത്. അച്ഛൻ ഈ അവസ്ഥയിലായപ്പോഴും എൻ്റെ ഉള്ളിലെ സന്തോഷം എന്താ? 663 മാർക്ക് നേടി അച്ഛനോട് പറയാലോ, എനിക്ക് MBBS കിട്ടുമച്ചാ, അഡ്മിഷൻ കിട്ടുമല്ലോ അച്ഛാ എന്ന് പറയായിരുന്നല്ലോ സാറേ എന്നാണ് കുട്ടി അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ആ മൊമെൻറ്റിൽ എൻ്റെ ഒരു അവസ്ഥകൾ ആലോചിക്കണം. ഞാൻ അങ്ങനെ കരയുന്ന ഒരാളൊന്നും അല്ല. ബട്ട് എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ കുട്ടിയോട് എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ കുറേ മൂളി ആ കുട്ടി തന്നെ വെച്ചെന്നാൽ സാറേ പിന്നെ വിളിക്കാം, കട്ടാക്കി. ഞാനും കട്ടാക്കി. ഇത് NTAയോടുള്ള എൻ്റെ ചോദ്യമാണ്. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി 4, 5, 6 വട്ടമൊക്കെ ലീക്കാകുകയാണെങ്കിൽ, നീറ്റ് 2024 ലീക്കാവുമെന്ന് പറഞ്ഞു, 2025 ടഫാക്കി, 26 വീണ്ടും ലീക്ക് ക്യാൻസൽ ചെയ്തു, 27, 28 അവസ്ഥ എന്തായിരിക്കും മക്കളെ?